ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. സകലനിഗമഗീതാം ബ്രഹ്മവിദ്യാം വിശുദ്ധാം നിജഗുരുരമണേഷ്ടാം ശങ്കരാചാര്യകുഷ്ഠാം ദദതി കരുണയായേ പ്രൗഢഗംഭീരവാചാം രമണചരണതീർത്ഥാൻ ദേശികാൻ താൻ നമാമഃ. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദി വിഷമനസാ സ്വം ചിൻപദാമജ്ജദാവാ പവനചലനരോധാദാത്മനിഷ്ഠോ ഭവത്വം. വൃത്തസ്തഹം വൃത്തിമാശ്രിതാഃ വൃത്തയോ മനോ വിദ്യഹം മനഃ. ഈ ശ്ലോകമാണ് നമ്മൾ വിചാരം ആരംഭിച്ചത്. മനസ്സിൻ്റെ പുറമേയുള്ള ഓട്ടത്തിന് ആണ് നമ്മൾ ദുസ്സംഗം എന്ന് പറയണത്. സംഘം എന്ന് പറയണത്, അറ്റാച്ച്മെന്റ് എന്ന് പറയണത്. മനസ്സിൻ്റെ സ്വസ്ഥാനത്തിലേക്കുള്ള പ്രയാണത്തിനെയാണ് സത്സംഗം എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദുസ്സംഗം ആൻഡ് സത്സംഗം. സത്സംഗം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മനസ്സിനെ നിശ്ചലമാക്കണം. സത്സംഗത്വേ നിശ്ചലതത്വം. ഇടയിലുള്ളതൊന്നും ഞാൻ പറഞ്ഞില്ല. സത്സംഗം എന്ത് ചെയ്യണു? അറ്റാച്ച്ഡ് ആയിരിക്കണം ഒരു പൊരുളിൽ നിന്നും. സത്സംഗം പതുക്കെ നമ്മളെ ഡിറ്റാച്ച്ഡ് ആക്കണം. അല്ലേ? ഒരു രോഗം നമുക്ക് ബാധിച്ചിരിക്കണു. എന്താ രോഗം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് എന്നൊരു രോഗം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു സർജൻ അറ്റാച്ച്ഡ് ആയിരിക്കണതിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ബ്ലീഡിങ് വരും, അല്ലേ? ഏതെങ്കിലും ഒരു ഗ്രോത്ത് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ പെയിൻഫുൾ, അല്ലേ? അതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ എന്താ? നമ്മുടെ ഭാഗമേ അല്ല, എന്നാൽ അതിലൂടെ ബ്ലഡ് വരണു, ഒക്കെ വരണു. അപ്പൊ കട്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി പെയിൻഫുൾ മോർ. ഡിറ്റാച്ച്മെന്റ്, ഒരാളുടെ അറ്റാച്ച്മെന്റിൽ നിന്ന് നമ്മൾ പിന്നിലേക്ക് വലിയുമ്പോൾ തന്നെ കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും. നിസ്സംഗത്വേ നിർമോഹത്വം. എങ്ങനെയാ നിസ്സംഗം വരണത് എന്ന് വെച്ചാൽ സത്സംഗം, സത്തിനോട് സംഘം ചേരല്. ഇത്ര കാലമായിട്ട് നമ്മൾ സത്തിനോടാണോ സംഘം ചേർന്നത് എന്ന് ചോദിച്ചാൽ എന്നെങ്കിലും ഒരു കാലത്ത് നശിക്കണ ഒരു പൊരുളിനോടാണ് നമ്മൾ സംഘം ചേർന്നത്, കൂടി നിന്നത്. സത്തിനോടോ നമുക്ക് സംഘം ചേരലൊന്നുമില്ല. സത്തിനെ നമ്മൾ അന്വേഷിച്ചേ ഇല്ല. എപ്പോൾ സത്സംഗം ഫലവത്തായി എന്ന് വെച്ചാൽ ഒരു അറ്റാച്ച്മെന്റിലൂടെ നമുക്ക് വന്ന ദുഃഖം സഹിക്കവയ്യാതായപ്പോൾ ഒരു ജീവൻ സത്സംഗത്തിൽ വരുന്നു. ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ വരണുണ്ടല്ലോ എന്ന് ചോദിക്കും. അവർക്ക് എന്താ ദുഃഖം എന്ന് ചോദിച്ചാൽ പൂർവജന്മ ദുഃഖം. വാസാംസി ജീർണാനി യഥാവിഹായ. ഒരു ഷർട്ടിനെ അഴിച്ചിട്ടിട്ട് പോണത് പോലെ ഉള്ളൂ. ഒരു ഷർട്ട് ചീത്തയായി അടുത്തൊരു ഷർട്ട് ഇട്ട് വരണു. ഇട്ട ആള് പഴയ ആള് തന്നെ. ഉള്ളില് അനുഭവമായിട്ടിരിക്കുന്നത് ഒരേ ഒരാള് തന്നെയാണ്. അപ്പൊ ദുഃഖത്തിന്റെ ഭാരം കൂടുന്തോറും ഒരുത്തൻ സത്സംഗത്തിൽ വരണു. സത്സംഗം എന്ത് ചെയ്യണു? ഒരു ഓപ്പറേഷൻ നടത്തുന്നു, ഡിറ്റാച്ച്മെന്റ്. അനാത്മ വസ്തുക്കളിൽ നിന്നും നമ്മളെ ഡിറ്റാച്ച്ഡ് ആക്കണു. വാട്ട് വിച്ച് ഈസ് നോട്ട് യുവേഴ്സ്. എന്താണോ
നീ അല്ലാത്തത് അല്ലേ, ഒരു ഗ്രോത്ത് കൂടെ അങ്ങനെയല്ലേ, ശരീരത്തിൽ ഒരു ഗ്രോത്ത് വരണോ, ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ നോർമൽ ടു യു അല്ലേ, നിന്റെ നോർമൽ അവസ്ഥയിൽ അതില്ല, നിന്റെ നിജാവസ്ഥയിൽ അതില്ല. അതുകൊണ്ട് ഡോക്ടർ എന്ത് ചെയ്യണോ, അതിനെ കട്ട് ചെയ്ത് മാറ്റണം. എന്തൊക്കെയാണോ നീ അല്ലാത്തത് അതിനെ കട്ട് ചെയ്തു മാറ്റണു സത്സംഗം. സത്സംഗം എന്ത് പറയണമെന്ന് വെച്ചാൽ നീ ശരീരമല്ല. നമ്മളൊക്കെ ചിന്തിക്കണത് എന്താ, നമ്മൾ ശരീരമാണ്. ഈ ശരീരമാണെന്നൊരു ചിന്ത ഉണ്ടല്ലോ, ദാറ്റ് തോട്ട് ഇറ്റ്സെൽഫ് ഈസ് ചിത്തവൃത്തി, ദാറ്റ് തോട്ട് ഈസ് മനസ്സ്. ഞാൻ ശരീരം എന്ന് വിചാരിക്കുന്നതിനെയാണ് മനസ്സ് എന്ന് നാം പറയണത് അല്ലേ. മനസ്സിന് ശരീരം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ. ഉറക്കത്തില് സ്വപ്നത്തില് ശരീരം അങ്ങനെ കിടക്കണോ, മനസ്സ് വേറെ ഏതോ ശരീരം എടുത്തിട്ട് പ്രവർത്തിക്കണോ. അവിടെ ആരെങ്കിലും പറയോ മനസ്സ് പ്രവർത്തിച്ചില്ല സ്വപ്നത്തില്? ഈ ശരീരം കൊണ്ട് പ്രവർത്തിച്ച അതേ മനസ്സ് തന്നെയാണ് സ്വപ്നത്തിലും പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നോക്കൂ, ഈ ശരീരം ഇവിടെ കിടക്കണു, വാസ്തവമല്ലാത്ത ഏതോ ഒരു വേഷം ഇട്ടിട്ട് മനസ്സ് അഭിനയിക്കണം. വാട്ട് ഈസ് ദാറ്റ്? ഇപ്പൊ ചിലര് മാത്രമാണ് അവനവന്റെ രൂപം കാണുന്നത്. അതൊരു റെയർ ആയിട്ട് ചിലര് കാണും, അവൻ വേറെ ആരോ ആയിട്ടിരിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ജീവിയായിട്ടിരിക്കുന്ന സ്വപ്നം കാണും. മനസ്സിന് ഇന്ന ശരീരം തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അതൊരു നാടകം ആടിക്കൊണ്ടേയിരിക്കും. ഇപ്പോ ജാഗ്രതത്തിൽ ഒരു നാടകമാടണു, സ്വപ്നത്തിൽ വേറെ നാടകമാടണു. ഈ രണ്ട് സ്റ്റേറ്റിലുമാണ് മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. എന്താ? ചിത്തവൃത്തികൾ. ആ സ്വപ്നത്തിലായാലും ജാഗ്രതത്തിലായാലും ഞാൻ എന്നൊരു വൃത്തി അവിടെ ഉണ്ട് അല്ലേ. സ്വപ്നത്തിൽ എത്രയോ പേര് നിന്നാലും അതിൻ്റെ ഇടയിൽ ഞാൻ എന്നൊരു വ്യക്തിയെ മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഇത് ഞാൻ എന്താന്ന് വെച്ചാൽ മനസ്സ് പ്രവർത്തിക്കണം. വൃത്തസ്തഹം അഹം വൃത്തി ആശ്രിതാഹ. എല്ലാ വൃത്തികളും എല്ലാ തോട്ട്സും ഒരേ ഒരു തോട്ടിനെ ആശ്രയിച്ചിരിക്കുന്നു. വാട്ട് ഈസ് ദാറ്റ് തോട്ട്? ഞാൻ ഈ ശരീരം, അല്ലെങ്കിൽ ഞാൻ കാണപ്പെടുന്ന ഒരു പൊരുൾ. ഈ തോട്ടിലാണ് സർവവും പ്രതിഷ്ഠയായിട്ടിരിക്കുന്നത്, സർവ വിഷയങ്ങളും. ഓർ നാർ എനും അതനാൽ ഞാൻ ശരീരം എന്ന് കണ്ടപ്പോൾ നിറയെ തോട്ട് വന്നു. ഇതേ ഞാൻ ശരീരത്തിനെ അഴിച്ചു വെച്ച് മനസ്സിനെ അഴിച്ചു വെച്ച് സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ ദർ ഈസ് നോ തോട്ട്. ഒരു തോട്ടും അവിടെ കണ്ടില്ല അല്ലേ, ഒരു വൃത്തിയും അവിടെ കണ്ടില്ല, ഒരു വിഷമവും കണ്ടില്ല. അവിടെ എന്തുണ്ടായി? സുഖം ഉണ്ടായി. അപ്പൊ സുഖത്തിന് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. പക്ഷെ അവിടെ സുഖം ഉണ്ടായി, നല്ല സുഖം ഉണ്ടായിരുന്നു. ആ സുഖത്തെ നീ എങ്ങനെ അറിഞ്ഞു? അനുഭവിച്ചു. ഐ എക്സ്പീരിയൻസ്. ഞാനവിടെ സുഖിക്കുകയായിരുന്നു എന്ന് അറിഞ്ഞത് കൂടെ ഞാൻ എണീറ്റതിന് ശേഷമാണ് അല്ലേ. എന്താന്ന് വെച്ചാൽ ഞാൻ എന്നൊരു പൊരുൾ പോയി സുഖിച്ചു. വാസ്തവത്തിൽ അറ്റ് പ്രസന്റില് സുഖം മാത്രം നിന്നു. ഇത് ഡീപ്പ് വിചാരം ചെയ്യണം നമ്മൾ. ശരീരത്തിനെയും മനസ്സിനെയും അഴിച്ചു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്, സുഖമായിട്ടിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ശരീരവും മനസ്സുമാണ് നമുക്ക് ദുഃഖത്തിന് കാരണം. എല്ലാവരും ദുഃഖത്തിന് കാരണം എന്താ? അഷ്ടമീതി നവമീതി ചതുർദശീതി ജ്യോതിഷ്കവാചേ ഉപവസന്തി നിത്യം ശ്രുത്യോസി അഹോ തത്വമസീതി വാക്യം ന വിശ്വസന്തീതി അദ്ഭുതമേ തദേവ. ആചാര്യസ്വാമികൾ കൂടെ പറയാണ്, ശ്രുതി പ്രമാണം, വേദം, ശാസ്ത്രം ഒക്കെ പറയാണ് നീ ശരീരമല്ല, നീ മനസ്സല്ല, നീ ശുദ്ധ ചൈതന്യമാണ്. സാക്ഷാത് ഭഗവാനെ ഭഗവത്ഗീതയിൽ ഇതാ പറഞ്ഞിരിക്കുന്നത്. നമുക്കെന്താ ഭഗവാനോട് ഡൗട്ട്? ഇത് ഭഗവാൻ തന്നെ പറഞ്ഞതാണോ? ഇത് വേദവ്യാസൻ പറഞ്ഞതല്ലേ?
പ്രമാണമേ പറയണത് എന്താ? വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ. വ്യാസൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് വ്യാസൻ. ആരാ വ്യാസൻ എന്ന് പറഞ്ഞാൽ ആര് അനുഭവത്തിലിരിക്കണോ അവൻ വ്യാസൻ. ആര് വേദത്തിൽ പറയണ അനുഭവത്തെ അനുഭവിച്ചോ അവനാണ് വ്യാസൻ. അത് ആരോ ആയിക്കോട്ടെ. ആ രൂപമോ ഭാവമോ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാൽ ആര് പരമസൗഖ്യത്തെ തരണോ അവനാണ് വേദവ്യാസൻ, അവനാണ് ശങ്കരാചാര്യർ, അവനാണ് ജ്ഞാനി. അല്ലാതെ എന്താ വേറെന്താ ഫലം തർക്കിക്കാൻ? ഞാൻ വ്യാസന്റെ ആള്, ഞാൻ ശങ്കരാചാര്യരുടെ ആള്. എന്തിനാ ഈ തർക്കം? ഈ തർക്കം കൊണ്ട് ഒരു ഫലവുമില്ല, അല്ലേ? അപ്പൊ ഭഗവാനെ പറയാണ് നീ ശരീരമല്ല, അഹം ആത്മാ ഗുഡാകേശ. എല്ലാം വായിച്ചിട്ട് വീണ്ടും പോവും. എവിടെ പോകണു? ഭഗവാനെ കാണാൻ. നമ്മുടെ സ്വാമി പറഞ്ഞൊരു കഥയാണ്. ഒരു മഹാത്മാ, തപോവന സ്വാമിയാണെന്ന് തോന്നുന്നു, ഐ തിങ്ക് തപോവന സ്വാമി. അവര് നോർത്തില് പോയാൽ പൊതുവില് ആരും ടിക്കറ്റ് ഒന്നും എടുക്കില്ല ട്രെയിനിൽ. ഇങ്ങനെ തപോവന സ്വാമി ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു TTR വന്നിട്ട് ചോദിച്ചു, ടിക്കറ്റ് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ടിക്കറ്റ് ഇല്ല എന്ന്. അപ്പൊ നിങ്ങൾക്ക് എവിടെയാ പോവേണ്ടതെന്ന് പറഞ്ഞു. വേർ ആർ യു ഗോയിങ് ചോദിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു ഐ എം ഗോയിങ് ടു സീ ഗോഡ്. ഞാൻ ഈശ്വരനെ കാണാൻ പോവാണ്. അപ്പൊ അയാൾ അടുത്ത് ചോദിച്ചു വേർ ഈസ് യുവർ ഗോഡ് എന്ന് ചോദിച്ചു. മൈ ഗോഡ് ഈസ് വിത്തിൻ യുവർ ഹാർട്ട്. എന്റെ ദൈവം നിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, നിന്റെ ഹൃദയത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. ഹൃസ്ഥലേ. അപ്പൊ തന്നെ ഒരു മഹാത്മാവ് ചൂണ്ടിക്കാണിച്ചു, അല്ലെ? ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? ദേശികൻ. എപ്പോ ആർക്ക് എങ്ങനെ ഏത് സമയം ബോംബ് ഷെൽ വീഴും എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ പരമലൗകികനായിട്ടൊക്കെ നടക്കും. നമുക്ക് നിയതി ഉണ്ടെങ്കിൽ പിടിത്ത് മുന്നിன்று വന്ന് മുന്നിൽ നിന്ന് നമ്മളെ പരമലൗകികനിൽ നിന്ന് നമ്മളെ മാറ്റിക്കൊണ്ട് ഭഗവാൻ പോകും. എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല നമുക്കില്ലേ? അതുകൊണ്ട് എല്ലാവരും ഈ അധ്യാത്മത്തിൽ നിന്നൊക്കെ ഓടാന്നൊന്നും വിചാരിക്കണ്ട. എപ്പോ റൈറ്റ് ടൈം ഭഗവാൻ മുന്നിൽ വന്ന് നിന്നിട്ട് കർമ്മത്തെ മുഴുവൻ അസ്യ കർമാണി തസ്മിൻ ദൃഷ്ടുവേ പരാവരെ. എപ്പോ ആ ഭഗവാനെ കാണണോ അപ്പൊ കർമ്മമെല്ലാം പോയി പോകും, എല്ലാ കർമ്മവും പോകും. അപ്പോ ഭഗവാനെ പറയണു നിന്റെ ഉള്ളില് ഹൃദയത്തില് ആത്മാവായിട്ട് ഞാൻ ഇരിക്കണു. പക്ഷെ നമ്മളെല്ലാം വെളിയിൽ തേടി 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 പോകണം. ആ വെളിയിൽ തേടി പോണതിനെയാണ് വൃത്തി എന്ന് പറയുന്നത്. എന്താ വൃത്തി എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് വിദ്ധി, വൃത്തി. വെളിയിൽ പോകണം. അഹം, ഞാൻ എന്നൊരു വൃത്തി ഈശ്വരനെ തേടി പോകണം. ഈശ്വരൻ വെളിയിൽ എവിടെയോ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എവിടെയോ ഇരിക്കണം, എവിടെയോ പ്രകാശിച്ചു വരണം, എവിടെയോ പ്രത്യക്ഷപ്പെട്ടു വരണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അലയാണിങ്ങനെ. ഈ അലയുമ്പോഴൊക്കെ നമുക്ക് എന്താ? ദുഃഖം. അതാണ് ദുസ്സംഗം. വെളിയിലൊരു ഈശ്വരനെ തേടിയാൽ കൂടെയും ദാറ്റ് ഈസ് ദുസ്സംഗം. കാരണം അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ. വെളിയിൽ പോയാൽ ഈശ്വരനെ കിട്ടേയില്ല, ഉള്ളിൽ സമാരാധ്യമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് ചിത്തവൃത്തി എന്ന് പറയുന്നത്. ഓരോ വൃത്തികളും ഓരോ തോട്ട്സും ദിനം പ്രതി മിനിറ്റിൽ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. വൃത്തസ്ഥഃ അഹം വൃത്തിമാശ്രിതാഃ വൃത്തയോ മനോ വിദ്യഹം മനഃ. മനസ്സെന്ന് പറയുന്നത് ഈ വൃത്തിയാണ്, അല്ലേ? സത്യത്തിനെ എപ്പോ ദർശിക്കണോ അവിടെ നമുക്ക് മനസ്സ് പ്രവർത്തിക്കണില്ല. എപ്പോ നമ്മൾ സത്യമായിട്ടിരിക്കണോ, ഏതൊരു കള്ളനും സത്യമായിട്ടിരിക്കണ ഒരു സമയമുണ്ട്. സുഷുപ്ത്യൈകസിദ്ധ തതേകോവശിഷ്ഠ ശിവകേവലോഹം. എല്ലാവരും എല്ലാ വേഷത്തെയും, സത്യവാൻ എന്നുള്ള വേഷത്തെയും, കള്ളൻ എന്നുള്ള വേഷത്തെയും, സ്തേൻ എന്നുള്ള വേഷത്തെയും, കൊള്ളക്കാരൻ എന്നുള്ള വേഷത്തെയും, ക്രിമിനൽ എന്നുള്ള വേഷത്തെയും, പോലീസ് എന്നുള്ള വേഷത്തെയും, മന്ത്രി എന്നുള്ള വേഷത്തെയും
എല്ലാ വേഷത്തെയും അഴിച്ച് ശുദ്ധ ബ്രഹ്മമായിട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്, സത്യമായിട്ടിരിക്കുന്ന സമയമുണ്ട്. ആ ടൈമില് ആർക്കെങ്കിലും ഭയമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര വലിയ പേടിത്തൊണ്ടനാണെങ്കിലും ശരി, ഉറങ്ങിക്കഴിഞ്ഞാൽ ഏത് ഘോരമായ വനത്തിലാണെങ്കിലും ശരി, അവൻ അഭയത്തിലാണ്. ഭയം അവനെ സ്പർശിക്കണേ ഇല്ല. ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആരാ അവിടെ സംരക്ഷിക്കണത്? എവിടെയാ പോയി നമ്മൾ ഒളിച്ചത്? കുറച്ചു നേരത്തെ ഘോര വനത്തെ കണ്ട് പേടിച്ചിരുന്ന ആള് എപ്പോ പോയി ഒളിച്ചു? എവിടെ പോയി ഒളിച്ചു? ആരാശ്രയം തന്നു? ആര് കൂടെ ഉണ്ടായിരുന്നു? ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മള്? കുട്ടികളൊക്കെ കരയും. കൊച്ചിലെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ ഒന്ന് ജസ്റ്റ് മാറിയാൽ കുട്ടി മേന്ന് കരഞ്ഞു തുടങ്ങും. വീണ്ടും വന്ന് അമ്മ എന്തെങ്കിലുമൊക്കെ കിലിക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ അമ്മയുടെ പാട്ടിന് പോയിട്ട് ജോലിയൊക്കെ ചെയ്യും, അല്ലേ? എല്ലാവരും വീട്ടിലും കാണാമല്ലോ. അമ്മയുടെ പാട്ടിൽ പോയി ജോലിയൊക്കെ ചെയ്യും. കുട്ടി അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന കുട്ടി അവിടെ ശുദ്ധ ബ്രഹ്മമായി സത്യത്തെ ദർശിച്ചു. എപ്പോ ഒരു കയറിലെ പാമ്പിനെ കണ്ടുവോ, വൃത്തി വന്നു, മനസ്സ് ജനിച്ചു. എപ്പോ കയറെന്ന് കണ്ടാൽ there is no വൃത്തി, there is no thoughts, nothing there, അല്ലേ? അപ്പൊ കയറിലെ പാമ്പിനെ കാണിച്ചത് എന്താ? പാമ്പ് എന്നൊരു അറിവ്. നോക്കൂ, ബുദ്ധി മനസ്സൊന്നും വേറെ ഒന്നുമല്ല, അത് ഇന്റർലിങ്ക്ഡ് ആയിട്ട് കിടക്കണം. മനസ്സിന്റെ തന്നെ ഒരു സ്വരൂപമാണ് സ്മൃതി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് മെമ്മറീസ് ആണ് നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അധ്യാത്മ ജീവിതത്തിൽ കൂടെയും ചില പാസ്റ്റ് മെമ്മറീസ്, പാസ്റ്റ് അറിവ് ഇതുണ്ടല്ലോ. ഏതെങ്കിലും ഓത്തന്റിക് ആയിട്ടുള്ള ഒരു ഗുരു വന്ന് നമ്മുടെ ഉപദേശിക്കുമ്പോൾ ഈ മെമ്മറീസ് വിൽ കം ഫ്രണ്ട്. ഈ മെമ്മറീസ് വന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്യും നമ്മളുമായിട്ട്. അവർ പറയണ തെറ്റാണ് കേട്ടോ. മനസ്സിന് മായ എന്ന് പേര്. ഇതാണ് ഏതോ മുന്നിൽ അറിഞ്ഞു വെച്ചിരിക്കണത്. ഒന്നും അറിയാത്തവൻ്റെ അടുത്ത് പോയിട്ട് കടലിനെ കാണിച്ചിട്ട് നമ്മൾ പറയണം ഇത് അഗ്നിയാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അഗ്നി എന്ന് വിശ്വസിക്കും. ഇത് നേരത്തെ അറിയാന്നുള്ളവൻ എന്ത് ചെയ്യും? എതിർക്കും, അല്ലേ? അപ്പൊ വിപരീത ജ്ഞാനം നമുക്ക് ഫസ്റ്റ് വന്നുപോയി. ഏതാ? ഞാൻ ശരീരം. ആ മെമ്മറി വന്നുപോയി, സ്മൃതി വന്നുപോയി. ഏതൊക്കെയോ നമ്മൾ കണ്ടിരിക്കണം, ലോകത്ത് കണ്ടിരിക്കണം, ഇത് ഹാംഫുൾ എന്ന് ഞാൻ അറിഞ്ഞു. അതേ ടൈമില് കയറിനെ സ്വർണം എന്ന് കണ്ടാൽ വി വിൽ ഗെറ്റ് ആകർഷണം, ഇല്ലേ? ആകർഷിച്ചാലും ചിത്തവൃത്തിയാണ്. ഈ കയറ് കാണുമ്പോൾ ദൂരെന്ന് കാണുമ്പോൾ സ്വർണ്ണമാല പൊട്ടിക്കിടക്കണമെന്ന് പറഞ്ഞിട്ട് പോയി എടുക്കാൻ നോക്കുമ്പോൾ സ്വർണ്ണമൊന്നുമല്ല. ചിലരൊക്കെ കുപ്പിച്ചില്ല് കണ്ടിട്ട് വൈരം രത്നം എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത് പോയി നോക്കുമ്പോൾ കുപ്പിച്ചില്ല്. എത്രയോ പ്രോബ്ലം ഫേസ് ചെയ്ത് സൂര്യപ്രകാശം കാണുമ്പോൾ കുപ്പിച്ചില്ല് പോലെ തോന്നും. ഈ കുപ്പിച്ചില്ലിന്റെ അടുത്ത് പോയിട്ട് വൈരം എന്ന് പറഞ്ഞ് എടുക്കുമ്പോഴേക്കും കുപ്പിച്ചില്ലും. എന്താ വൈരം എന്ന് തോന്നിയത്? ചിത്തവൃത്തി. കയറിൽ പാമ്പിനെ കാണുന്നത് മാത്രമല്ല, എന്താ? ഒരു നോളജ് ഉള്ളിലിരിക്കണം, സ്മൃതി ഉള്ളിലിരിക്കണം. That സ്മൃതി, that assumption itself is അധ്യാസം. എന്തിനെങ്കിലും നമ്മൾ അസ്യൂം ചെയ്യുമല്ലോ, അതായിരിക്കും. യു ഡോണ്ട് നീഡ് ടു അസ്യൂം എനിത്തിങ്. എപ്പോ അപ്പർ സ്വാമി പറയും, തനിക്ക് ഇട്ടപടി, തനിക്ക് എന്തിട്ടോ അതേപോലെ അത് എടുത്താൽ മതി. ഇല്ല, തൻ്റെ ഇലയിൽ എന്ത് വന്നിരിക്കണോ അത് നീ അധികാരി, അത് കഴിക്കാൻ. മറ്റൊരാളുടെ ഇലയിൽ നോക്കിയിട്ട് അതിനെ തന്നെ വിചാരിച്ചിരിക്കുന്നത് എന്തോ, ദാറ്റ് ഈസ് ചിത്തവൃത്തി. അല്ലാതെ വ്യവഹാരത്തിന് ചിത്തവൃത്തി ഇല്ലാതെ നമുക്ക് സുഖമായിട്ട് വ്യവഹരിക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ചിത്തവൃത്തി ഈസ് ഡിപ്പെൻഡ് അപ്പോൺ പ്രോഫിറ്റ്. ഒരു കയറിൽ പാമ്പിനെ കാണുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ പ്രോഫിറ്റ് എന്താ? എന്നെ രക്ഷിക്കണം എന്ന് തോന്നുന്നു. ഒരു കയറില് സ്വർണത്തിനെ കാണുമ്പോൾ എന്താ? അതെന്റെ കൈക്കലാക്കണം എന്ന് കരുതുന്നു. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓറിയന്റഡ്. നോക്കണം, എന്തിനാ ഈ ചിത്തവൃത്തി എന്ന് പറയണത്? വെറുതെ ഒന്നുമല്ല, ചുമ്മാ പൊങ്ങില്ല. സാധകർ കൂടെ ചിന്തിച്ചു നോക്കൂ. വേർ there is a profit,
ചിത്തം വിൽ അറൈസ് ഇൻടു ചിത്തവൃത്തി. എപ്പോ തനിക്ക് പുറമേ നിന്ന് എക്സ്റ്റേണലി ഒന്നും വേണ്ടാന്ന് താൻ കരുതണോ, ദാറ്റ് ഈസ് വൈരാഗ്യം, ദാറ്റ് ഈസ് the way, that is the path to aham spurti. അതും പൂർണ്ണമൊന്നുമല്ല. ഇതൊന്നും എനിക്ക് വേണ്ടാന്ന് ഞാൻ വൈരാഗ്യത്തിൽ ഇറങ്ങണോ, അതാണ് ഫസ്റ്റ് പാത്ത് ടു അഹം സ്ഫൂർത്തി. ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്താന്ന് വെച്ചാൽ ചിത്തവൃത്തി ഇല്ലാതിരിക്കണം. അതും പൂർണ്ണമൊന്നുമല്ല. ഈ അഹം സ്ഫൂർത്തി പതുക്കെ പതുക്കെ രുചിക്ക സ്വാദേ സ്വാദേ പദേ പദേ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ഓരോ പദത്തോറും സ്വാദ് കൂടിക്കൊണ്ടേയിരിക്കും, സ്വാദ് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. ഒരു മാങ്ങ പഴുക്ക നല്ല സ്വാദായിരിക്കും. തേൻ കനി അതുപോലെ തേനായി തിത്തിക്കും അമുതമായി ശിവപെരുമാൻ. പലരും എക്സ്പ്രസ് ചെയ്തിരിക്കണത് അങ്ങനെയാണ്, നല്ല മധുരിക്കും അത്രേ. ആ മധുരം പതുക്കെ പഴുത്ത നല്ല മണമായി മാറും. ഒരു പൂവിൽ നാട്ടം പൂണ്ടു ഉയരും നിൻ നേരിയ പെരുമയും. അങ്ങനെ ഒരു പൂ വിരിഞ്ഞു വരുമ്പോ ഞാൻ ജ്ഞാനിയാണ് എന്നൊരു ബോർഡൊന്നും വെക്കണ്ട, ഞാൻ ആത്മജ്ഞാനിയാണ് ഒന്നും വേണ്ട. ഒരു പൂവിൻ്റെ അടുത്ത് വണ്ട് എങ്ങനെ തേടി വരുമോ അതുപോലെ ഒരു ഗുരുവിനെ തേടി ശിഷ്യൻ അടുത്ത് തന്നെ വരും. വണ്ടിന് എന്തു വേണം? ആപ്യായന്തു മമാങ്കാനി വാക്പ്രാണചക്ഷുശ്രോത്രം അധോബലം ഇന്ദ്രിയാണി ച സർവാണി. എല്ലാം ബലവത്തായിട്ടിരിക്കണമെങ്കിൽ ഗുരുവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തിനാ? സർവം ബ്രഹ്മ ഉപനിഷതം, സർവം ബ്രഹ്മമാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വിപരീതമായിട്ട് പ്രയത്നിക്കണു. എന്താണ് നമ്മൾ വിപരീതമായിട്ട് പ്രയത്നിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ചിത്തവൃത്തിയാണ്. ഞാൻ ശരീരം ഒരു തോട്ട്. ആത്മാ ഈസ് നോട്ട് എ തോട്ട്. ആത്മാവ് എവിടെയോ ഇരിക്കണ ഏതോ ലെറ്ററോ ബ്രഹ്മം എന്തൊക്കെയോ നമ്മൾ പറയണതൊന്നുമല്ല. ആത്മാ ഒരു അക്ഷരത്തിലുമില്ല, എന്നാൽ സർവ അക്ഷരവും ആത്മാവാണ്. ആത്മാവിനെ വി കനോട്ട് അസ്യൂം ഇത് അതായിരിക്കും. സാധകരുടെ എല്ലാം പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഈ അനുഭവം ഇതായിരിക്കും നമ്മൾ പറ്റിക്കപ്പെട്ടു. ലോകത്തുള്ള അനുഭവം വച്ചിട്ട് നമുക്ക് ആത്മാനുഭവത്തെ, അതുകൊണ്ടാണ് അനുപമിതം എന്ന് പല ഗ്രന്ഥങ്ങളും പറഞ്ഞിരിക്കുന്നത്. ഓങ്കാര പൊരുൾ ഒപ്പ് ഉയർ വില്ലോയ് ഉനൈ യാരറിവാർ അരുണാചല. അല്ലേ? ഓങ്കാര പൊരുൾ എന്ന് വെച്ചാൽ വേദത്തിന്റെ പൊരുൾ, സാരം, എസൻസ്, ഉപദേശ സാരം. ഒപ്പ് ഉയർവില്ലോയ്, അതിന്റെ ഒപ്പവും ഇല്ല, അതിനേക്കാളും ഉയർന്നിട്ടും ആരുമില്ല. ഉനൈ യാരറിവാർ അരുണാചല, നിന്നെ ആരറിയും? എങ്ങനെ അറിയുമെന്ന് വെച്ചാൽ അവനായിട്ടിരുന്നാൽ അറിയും. അതായിട്ടിരുന്നാൽ അറിയും എന്നല്ലാതെ മാറി നിന്ന് നമുക്ക് അറിയാനേ സാധ്യമല്ല. അല്ലെ? അഗ്നിയുടെ ചൂട് മാറി നിന്ന് അറിയാനേ പറ്റില്ല. സൈഡിൽ കുറച്ച് ആവി വരുമ്പോ ഇതാണ് അഗ്നിയുടെ ചൂടെന്ന് പറഞ്ഞിട്ട് വി കനോട്ട് മെഷർ ദി ടെമ്പറേച്ചർ ഓഫ് ഫയർ. അതിന് തൊടണം, അനുഭവിക്കണം. അതായിത്തീർന്നാൽ അതറിയാം എന്താണ് അഗ്നി. അതേ ടൈമില് അഗ്നിക്ക് ചൂട് വരുമോ? വേറെ വിഷയം, എവിടെയൊക്കെ പറഞ്ഞു പോകണം അല്ലേ, പറഞ്ഞു പോവാം. അപ്പോ അഹം വൃത്തി ഒരു തോട്ട്, ഞാൻ ഈ ശരീരം എന്നൊരു തോട്ട്. ഈ തോട്ടിന്റെ പിന്നാലെ പല തോട്ട്സും വരണം. ഒരമ്മ രമണാശ്രമത്തിൽ, നമ്മളെ സ്വാമി പറഞ്ഞു കേട്ട കഥയാണ്. രമണാശ്രമത്തിൽ ധാരാളം പഠിച്ചൊരമ്മ, വേദാന്തം അറിയാം, ഉപനിഷത്തുക്കളൊക്കെ അറിയാം, ഭഗവത്ഗീത അറിയാം, യോഗവാസിഷ്ഠം അറിയാം. ഭഗവാന്റെ അടുത്ത് വരണം, രമണ മഹർഷിയുടെ അടുത്ത്. ഈ അമ്മ വളരെ തീവ്ര മുമുക്ഷു, വിധവയായി, ഭർത്താവൊക്കെ മരിച്ചുപോയി. സത്യത്തെ അറിയണം എന്നുള്ളൊരു ഭാവത്തിൽ ഇതെല്ലാം പഠിച്ചു വെച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പറയണം, ഭഗവാനെ എല്ലാത്തെയും കത്തിട്ടാൻ, ഭഗവാനെ നിമ്മതി വരട്ടെ, ഉള്ളിൽ ശാന്തി വന്നില്ല ഭഗവാനെ,
ഭഗവാൻ ഒന്നും മിണ്ടില്ല, സ്ഥിരം പോസ്ചർ, ഒന്നും മിണ്ടിയില്ല. ചിലപ്പോഴൊന്നും ഭഗവാൻ വാ തുറന്നാലേ അത്ഭുതം, ഭഗവാൻ വാ തുറന്നാലേ ഒരു അത്ഭുതം. അങ്ങനെ കുറച്ച് നാൾ ഇരുന്ന് ഗുരുസന്നിധിയിൽ ഇരുന്നിരുന്ന് പാകം വന്ന് അടക്കം വന്ന് ഇരുന്നിട്ട് ഒരു നാളേക്ക് ഒരു കൺവിക്റ്റഡ് ആയിട്ട് അവർ പോയി ചോദിക്കുകയാണ്. ധാരാളം പഠിച്ചല്ലോ, ഈ അറിവുണ്ടല്ലോ, സ്മൃതി, അത് വെളിയിൽ തള്ളിക്കൊണ്ടേയിരിക്കും. ആ അറിവ് വെളിയിൽ കൊണ്ടുപോയി ചോദിക്കുകയാണ്, ഭഗവാനെ, ആത്മാന്ന് പറഞ്ഞാൽ സാക്ഷിയായിരിക്കണ പൊരുളാണോ, അതോ ആത്മാന്ന് പറഞ്ഞാൽ മനസ്സില്ലാത്ത നിലയാണോ ആത്മാന്ന് പറയണത്, അതോ ജ്യോതിസ്വരൂപത്തിനെയാണോ ആത്മാന്ന് പറയണത്, അതോ ജ്ഞാനസ്വരൂപത്തെയാണോ ആത്മാന്ന് പറയണത്? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇത് ആത്മാ, ഇത് ആത്മാ, അത് ആത്മാ அப்படின்னு தோணாம இருந்தா அதுவே ஆத்மா. ഇത് ആത്മാവ്, അത് ആത്മാവ്, അത് ഇത്, അതും ഇതുമല്ല, അസദർത്ഥമല്ല, അഹം സച്ചിത്തമർത്ഥമെന്നു തെളിഞ്ഞു ധീരരായി. അതും ഇതും ഒന്നും തോന്നാതിരിക്കണത് ഏതോ, ദാറ്റ് സെൽഫ് ഇറ്റ് സെൽഫ് ഈസ് യുവർ ആത്മ, യുവർ സെൽഫ്. നോക്കൂ, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഷി ആസ്ക്ഡ്, അല്ലേ? അവർ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എന്തിനാ? അവരെ സംശയം തീർക്കാൻ. പക്ഷെ ഭഗവാൻ ഗേവ് ഹർ എക്സ്പീരിയൻസ്. ഭഗവാന്റെ തന്നെ ആ അനുഭവത്തെ അങ്ങോട്ട് കൊട്ടിക്കൊടുത്തു. എന്താന്ന് വെച്ചാൽ മനസ്സ് ഉദിക്കാതെ ഇരിക്കും. അതിനെയാണ് ആത്മാ എന്ന് പറയുന്നത്. ചിത് ശക്തി ചേതനാരൂപ ജഡശക്തിർ ജഡാത്മിക. ജഡശക്തി എന്താ? ഈ ചിത്തിൽ നിന്നുള്ള ശക്തിയാണ്. ചിത് ശക്തിയാണ് ചേതനമായിട്ടിരിക്കുന്നത്, ചൈതന്യവത്തായിട്ടിരിക്കുന്നത്. അപ്പോ ഇതിനെയാണ് ഇവിടെ പറയണത് അഹംവൃത്തി എന്നുണ്ടല്ലോ, ദാറ്റ് ഈസ് ഓൾസോ മൈൻഡ്. ഒരു ബഞ്ച് ഓഫ് തോട്ട്സ് ഓൾസോ മൈൻഡ്. ഒരു പ്രൈമൽ ഇഗ്നറൻസ് ഉണ്ടല്ലോ, ഞാൻ ഈ ശരീരം. ദാറ്റ് പോയിന്റ്, ദാറ്റ് ഇഗ്നറൻസ് itself is mind. The first ignorance, mind is the first ignorance. Single thought. What is the thought? തോട്ട്ലെസ് ആയിട്ടിരിക്കുമ്പോഴും നമ്മളുണ്ട്. ഞാൻ എന്ന് പറയുന്നത് ഒരു തോട്ടൊന്നുമല്ല, ഒരു വൃത്തിയൊന്നുമല്ല, അഹം വൃത്തിയൊന്നുമല്ല ഞാൻ. ആണോ? ഇല്ല. തോട്ട്ലെസ് ആയിരിക്കുമ്പോഴും വാട്ട് റിമെയിൻസ്, ദാറ്റ് ഈസ് മീ, ദാറ്റ് ഈസ് മൈ സെൽഫ്. ഒരാൾ ചോദിച്ചു, ഭഗവാനെ എനിക്ക് അനുഭവമൊന്നും വരണില്ല, ഭഗവാന്റെ മുമ്പിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പൊ കത്തി കൊണ്ട് കുത്തും, ഞാൻ ചാടും, ഞാൻ മരിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അതുവരയ്ക്കും എല്ലാവരും പേടിച്ചു പോയി, ഭക്തന്മാരൊക്കെ പേടിച്ചു പോയി. എല്ലാവരും, ഒന്നാമത് രമണാശ്രമത്തിൽ ഫുൾ ടൈം കേസ്, ഇനി പുതിയൊരു കേസും കൂടെ വരുമോ പേടിച്ചിരുന്നപ്പോഴേ ഭഗവാൻ പതുക്കെ അങ്ങോട്ട് നോക്കിയിട്ട് പറഞ്ഞു, நான் தற்கொலை பண்ணுவேன், நான் செத்திடுவேன், நான் போயிடுவேன், நான் சாக போறேன். இந்த மாதிரி நான் சொல்றது തോന്നാമ ഇരുന്നാലേ പരമക്ഷേമം. ഞാൻ മരിക്കും, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോവാണ്, ഞാൻ മരിച്ചു പോവും, ഞാനിപ്പം ജീവൻ വിടുന്നു പറഞ്ഞിരിക്കണല്ലോ, ഈ ഞാൻ തോന്നാതെ ഇരുന്നാലേ പരമക്ഷേമം. ആ തോന്നാതിരിക്കലാണ് സുഖാനുഭവം, ആനന്ദ അനുഭവം. അതെവിടെയുണ്ട്? നമുക്കറിയാന്നുള്ളത് എവിടെ? അഹരഹർ ഗച്ഛതി. ഡെയിലി വി ആർ ഗോയിങ് ടു ദാറ്റ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഡീപ് സ്ലീപ്പ്. ഒരാൾ നല്ല ഉറങ്ങണ ആളെ വിളിച്ചിട്ട് അയാൾക്ക് പായസം നല്ല ഇഷ്ടമാണെന്ന് വെച്ചോളൂ, സ്വാമി പറഞ്ഞതാണ്. നോക്കൂ, ഈ സ്വാമി പറയണതൊക്കെ നമ്മളൊന്ന് വിചാരം ചെയ്ത് നോക്കൂ. ഇപ്പോൾ സ്വാമി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ പറയണു. ഇത് വിചാരം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് കേൾക്ക 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 നമുക്ക് മനസ്സിലാവും, നമ്മളെല്ലാവരും ഇത്ര നാള് ഇഗ്നറൻ്റ് ആയിട്ടിരുന്നു മനസ്സിലാവും. ഇത്ര നാള് ഞാൻ സത്യത്തെ അറിയാതെയാണല്ലോ ഓടിക്കൊണ്ടിരുന്നത് മനസ്സിലാവും. നല്ല പായസം കഴിക്കാൻ താല്പര്യമുള്ള ആളെടുത്ത് 10 ദിവസം ഉറങ്ങാതെ പായസം കുടിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. പായസം തരാം, 10 ദിവസം ഉറങ്ങരുതെന്ന് പറഞ്ഞാൽ പായസം വെറുത്തു പോയി ആള്. പായസം വെറുത്തു പോയി.
എന്താന്ന് വെച്ചാൽ ആ ശരീരം, മനസ്സ് അതില്ലാതെ ഇരിക്കാൻ, ഇല്ലാതെ കുറച്ച് നേരമെങ്കിലും ഇരുന്നില്ലെങ്കിൽ നമുക്ക് പറ്റില്ല. കുറച്ച് നേരമെങ്കിലും നമ്മൾ സ്വരൂപമായിട്ട് ഇരുന്നില്ലെങ്കിൽ വി ക്യാൻ ഡു എനിത്തിങ്. നമ്മൾ ആകെ ടയർഡാവും. നോക്കൂ, ആ ഡീപ്പ് സ്ലീപ്പിലെ സ്റ്റേറ്റ് ഉണർവിൽ വന്നാൽ എങ്ങനെ ഇരിക്കും നോക്കൂ. ആ സുഖം ഉണർവിൽ വന്നാലോ. ജ്ഞാനികളെല്ലാം അങ്ങനെയാണ് ഇരിക്കുന്നത്. കാതൽ പെരുക്കേ തരുവായി, സുഖക്കടൽ പൊങ്ക, സൊൽ ഉണർവടങ്ക, സുമ്മാ പൊരുന്തിടുങ്ക അരുണാചല. ഉള്ളില് ആ സുഖക്കടൽ പൊങ്ങ 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 പൊങ്ങ, ഒന്നും ചെയ്യാനില്ല. നാസ്തി അകൃതകൃതേന. അതുകൊണ്ട് അഹംവൃത്തി എന്ന് പറയുന്നത്, ഞാൻ ഈ ശരീരം എന്നൊരു തോട്ട്, ആ തോട്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാ തോട്ടും വന്നിരിക്കുന്നത്. ഞാൻ ഈ ശരീരം എന്നുള്ള തോട്ട് കൂടെയും മൈൻഡാണ്. ആ മൈൻഡിനെ എപ്പോൾ ഇല്ലാതാക്കണോ, ഇതൊരു വലിയ മഹാവാക്യം, ഭഗവാന്റെ മഹാവാക്യമാണിത്. മനത് എന്നത് കൊണ്ട് ഇല്ലേ ഉന്തീപ്പരാ. മനത് എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ വൃത്തി, വെറും തോട്ട്സ്, വെറും വെറും ചിന്തകൾ. ചിന്ത ദഹതി ജീവിതം. തുടർന്ന് നമുക്ക് അടുത്ത ശ്ലോകമായിട്ട് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല